തമിഴ് പഞ്ചാംഗമനുസരിച്ച് തൈമാസത്തിലെ പൂയം നക്ഷത്രം വരുന്ന ദിനമാണ് തൈപ്പൂയം. 2026 തൈപ്പൂയം ഫെബ്രുവരി 1 ഞായറാഴ്ചയാണ്. തൈമാസത്തിലെ പൂയം നക്ഷത്രവും പൗർണമിയും ഒന്നിച്ചു വരുന്ന ഈ ദിവസം വളരെ വിശേഷപ്പെട്ടതാണെന്ന് ശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും പറയുന്നു. പൂയം നക്ഷത്രം ദിവസം മുഴുവൻ നിലനിൽക്കുന്നു എന്നതാണ് ഈ വർഷത്തെ തൈപ്പൂയത്തിൻ്റെ പ്രത്യേകത. അതായത് ഫെബ്രുവരി 1 പുലർച്ചെ 1:34 മുതൽ രാത്രി 11:58 വരെ. ഷഷ്ടിയെ പോലെ തന്നെ പുണ്യദിനമാണ് തൈപ്പൂയവും. അതുകൊണ്ട് തന്നെ ഭക്തിയോടും വ്രതശുദ്ധിയോടും ക്ഷേത്രദർശനം നടത്താൻ ഈ ദിവസം ഏറെ അനുയോജ്യമാണ്. ശരവണ പൊയ്കയിൽ ജനിച്ചതിനാൽ ഭഗവാൻ ശരവണൻ, 6 മുഖങ്ങളോടെ അവതരിച്ചതിനാൽ അറുമുഖൻ, 6 കൃത്തികമാർ മുലയൂട്ടി വളർത്തിയതിനാൽ കാർത്തികേയൻ, ഗംഗയുടെ പുത്രനായി കുമാരൻ, പാർവതിയുടെ പുത്രനായി സ്കന്ദൻ, ശിവന്റെ പുത്രനായി ഗുഹൻ എന്നിങ്ങനെ അനേകം നാമങ്ങളാൽ പരിചിതനായ സുബ്രഹ്മണ്യ സ്വാമിയാണ് തൈപ്പൂയത്തിൻ്റെ അധിപൻ. തൈപ്പൂയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നത് കാവടിയാട്ടമാണ്. കാവടിയെടുക്കുന്നവരും വ്രതം അനുഷ്ഠിക്കുന്നവരും തൈപ്പൂയത്തിനു മുമ്പുള്ള ചൊവ്വാഴ്ച മുതൽ വ്രതം തുടങ്ങുന്നതാണ് ഉത്തമം. അരിയാഹാരം ഒഴിവാക്കി ഫലമൂലാദികൾ, പാൽ, ഇളനീർ എന്നിവ സ്വീകരിക്കാം. 2 നേരവും കുളിച്ച് ശുദ്ധിയോടെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം, നാമജപം ഇവ നിർബന്ധമായി അനുഷ്ഠിക്കണം. ജ്യോതിഷത്തിൽ ചൊവ്വയുടെ അധിദേവനാണ് ഷൺമുഖൻ. മംഗല്യതടസ്സം, ശത്രുദോഷം, കടബാധ്യത, സന്താന ദുഃഖം എന്നിവ അനുഭവിക്കുന്നവർക്ക് സുബ്രഹ്മണ്യ ആരാധന ആശ്വാസമാണ്. ജപിക്കാവുന്ന മന്ത്രങ്ങൾ: ഓം ശരവണഭവ നമഃ, ഓം സം സുബ്രഹ്മണ്യായ നമഃ, ഓം ഷൺമുഖായ നമഃ. ഈ മന്ത്രങ്ങൾ നിത്യമായി ജപിച്ചാൽ ചൊവ്വാദോഷ ശാന്തി ലഭിക്കുന്നതായി വിശ്വാസമുണ്ട്. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹമുണ്ടാകട്ടെ. നന്ദി. തുടർന്നും ഇത്തരം അറിവുകൾക്ക് ഇടവഴി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.